ആര്യം പറയുന്നത് 3 ദിവസം മുമ്പ് ഈ പരിപാടി പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു വിഷയം ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിങ് രണയ്ക്കുണ്ടായിരുന്നു എന്ന് ആര്യൻ ഇപ്പൊ പറയുന്നു. അപ്പൊ ആ രണ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടേ ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നത് ഇന്നലെ രാത്രി ഈ സംഭവം നടന്നതിന് ശേഷം അന്നേരം ഇവള് ചോദിക്കാതെ ഇപ്പൊ ചോദിച്ചപ്പോ ഞാൻ കരുതുന്നത് ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിനങ്ങ് കൂടെ സപ്പോർട്ട് നിൽക്കാൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന രീതിയിലാണ് ആര്യം പറയുന്നത്. അനീഷേട്ടനും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അനീഷിനെയും ബിന്നിയെയും ഇപ്പം നമ്മുടെ അഭിലാഷും അനിയനും പറയുന്നത് ഇവർ രണ്ടുപേരും സ്ക്രീൻ സ്പേസ് കണ്ടുപിടിക്കുകയെന്ന്, മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് കടന്ന് സ്പേസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇന്നലെ ലക്ഷ്മി നടത്തിയ സംഭവം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പം അനീഷ് ചീപ്പ് ഗെയിം കളിക്കുകയാണെന്ന് ഇവിടെ ഒനിയൻ പറയുന്നുണ്ട്. പക്ഷെ അനീഷ് ഇവിടെ പറയുന്നുണ്ട് 3 ദിവസം കൊണ്ട് മുമ്പേ നിങ്ങൾ പ്ലാൻ ചെയ്തതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇമാതിരി കള്ളത്തരം എന്തുകൊണ്ട് നീ പറയുന്നത്? ആരും കള്ളനാണെന്ന് പറയുന്നുണ്ട്, വായെടുത്താൽ നുണയെ പറയത്തുള്ളൂ, നുണ പറഞ്ഞാണ് ഗെയിം കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ആരും പ്രതികരിക്കുന്നില്ല കേട്ടോ. അനീഷ് എന്ത് കാര്യം പറഞ്ഞാലും ആര്യന് നല്ല പേടിയുണ്ട്. കാരണം അനീഷിന്റെ വായിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് ആര്യന് നല്ല ഭംഗിയായിട്ട് അറിയാം. അത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പൊ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും അവസാനം വന്നു കഴിഞ്ഞപ്പം ഇപ്പം ബിന്നിയും അനീഷും മാത്രമായി പരാതിക്കാര്. ബാക്കി എല്ലാവരും ആര്യനെ സപ്പോർട്ട് ചെയ്ത് ആര്യം പറയുന്നതാണ് ശരിയെന്നും ഇവര് ഫ്രണ്ട് ആയിരുന്നെന്നും പെട്ടെന്നൊരു ദിവസം ഇപ്പം കൂടെ ഒരു ബെഡിൽ തന്നെ ഒരുമിച്ച് കിടക്കുകയും ചെയ്യുന്ന ആള് ഇപ്പം പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം പറയുന്നത് കള്ളത്തരമാണെന്നൊക്കെ രീതിയിൽ പലരും ഇവിടെ പറയുന്നുണ്ട്. ബിന്നി അനീഷിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട് ഇവിടെ. പിന്നെ ഓൾറെഡി ആര്യനോട് സോറിയും പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തിൽ സോറി പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാൻ ഒരുങ്ങിയത്, അങ്ങനെയാണ് ചെയ്യാൻ ഒരുങ്ങിയെന്ന് പറഞ്ഞൊരു ചീപ്പ് ഗെയിമും കൂടെ ഇവിടെ ആരെയും കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്.